പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുനിത വില്യംസിനെ കുറിച്ചുള്ള രണ്ടാമത്തെ വീഡിയോയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. സുനിത വില്യംസ് ഒരു പ്രശസ്ത അമേരിക്കൻ ബഹിരാകാശ യാത്രികയും നാവിക ഉദ്യോഗസ്ഥയുമാണ്. ഇന്ത്യ കുടുംബ പരമ്പരയുള്ള സുനിത സെപ്റ്റംബർ 19, 1965 ദീപക് പാണ്ഡെയുടെയും ബോണി പാണ്ഡെയുടെയും മകളായി ഒഹിയോവിലെ യൂക്ലിഡിലാണ് ജനിച്ചത്. ഇതെല്ലാം PSC വരാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആയിട്ടും വരാം, അല്ലാതെ വൺ വേഡ് ചോയ്സായിട്ടും വരാം കേട്ടോ. PSCക്ക് മാത്രമല്ല ബാക്കി ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിനും ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസുകളായിട്ടുള്ള വിവരങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അമേരിക്കൻ പൗരത്വമുള്ള സുനിത പിതാവിലൂടെയും മാതാവിലൂടെയും യഥാക്രമം ഇന്ത്യൻ സ്ലൊവേനിയൻ വംശപാരമ്പര്യം പിന്തുടരുന്നു. ഇന്ത്യയിലെ ഗുജറാത്ത് സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയായിരുന്ന ഹരൺ പാണ്ഡെയുടെ സഹോദരപുത്രിയാണ് സുനിത. മൈക്കേൽ ജെ വില്യംസ് എന്ന പോലീസ് ഓഫീസറെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ നേരിട്ട് ഇടപെട്ടു. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ പ്രാവശ്യം നടന്ന വനിത എന്ന ബഹുമതി കരസ്ഥമാക്കി. 2002 നീമോ 2 ദൗത്യത്തിൽ അംഗമായി. സമുദ്ര അടിത്തട്ടിലെ ആവാസ വ്യവസ്ഥയെക്കുറിച്ച് പഠിക്കാനുള്ള ദൗത്യമായിരുന്നു നീമോ 2. ബഹിരാകാശ യാത്രയ്ക്ക് നാസ തിരഞ്ഞെടുക്കുന്ന രണ്ടാമത്തെ ഇന്ത്യൻ വംശജയാണ് സുനിത വില്യംസ്. ആദ്യത്തേത് കൽപ്പന ചൗളയായിരുന്നു. 1998 ജൂൺ മാസത്തിൽ സുനിത വില്യംസ് നാസയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ആഗസ്റ്റ് മാസത്തിൽ പരിശീലനം തുടങ്ങുകയും ചെയ്തു. അമേരിക്കയിലും റഷ്യയിലുമായി നിരവധി പരിശീലനങ്ങളിൽ അവർ ഏർപ്പെട്ടു. 2007 ഏപ്രിൽ 16 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ട്രെഡ്മില്ലിൽ ഓടിക്കൊണ്ട് അവർ 2007 ബോസ്റ്റൺ മാരത്തോണിൽ പങ്കെടുത്തു. 4 മണിക്കൂറും 24 മിനിറ്റുമാണ് അവർ അവിടെ ഓടിത്തീർന്നത്. അങ്ങനെ ആദ്യമായി ബഹിരാകാശത്തുകൂടെ ഭൂമിയെ വലം വെച്ചുകൊണ്ട് മാരത്തോൺ മത്സരത്തിൽ പങ്കെടുത്ത ആദ്യത്തെ വ്യക്തിയായി സുനിത. 2024 ബോയിങ് സ്റ്റാർലൈൻ ക്രൂ ഫ്ലൈറ്റ് ടെസ്റ്റിൽ ബാരി ബുച്ച് വിൽമോർ സഹിതം പങ്കെടുത്ത സുനിത ആ ദൗത്യത്തിൽ 286 ദിവസത്തോളം ISSൽ തുടർന്നതോടെ വനിതാ ബഹിരാകാശ യാത്രിക എന്ന നിലയിൽ ദീർഘകാലം ബഹിരാകാശത്ത് ചെലവഴിച്ച വ്യക്തിയുമായി. സുനിത വില്യംസ് ശാസ്ത്ര സാങ്കേതിക വിദ്യകളിലെ സംഭാവനകളാൽ നാസയിൽ പ്രിയപ്പെട്ട ബഹിരാകാശ യാത്രിക എന്ന നിലയിലും ലോകമെമ്പാടുമുള്ള യുവജനങ്ങൾക്ക് പ്രചോദനമായി മാറിയിട്ടുണ്ട്. സുനിത വില്യംസിനെ കുറിച്ച് PSC പരീക്ഷയിൽ ചോദിക്കാവുന്ന ചില സാധ്യതയുള്ള ചോദ്യങ്ങൾ. PSC പരീക്ഷ മാത്രമല്ല, ഞാൻ വീണ്ടും പറയുന്നു, എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനും ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ്. ഒന്നാമത്തത്, സുനിത വില്യംസ് ഏത് രാജ്യത്തെ ബഹിരാകാശ യാത്രികയാണ്? ഉത്തരം അമേരിക്ക. സുനിത വില്യംസ് ജനിച്ച സംസ്ഥാനം ഏതാണ്? ഒഹായോ, USA. സുനിത വില്യംസിൻ്റെ കുടുംബ വംശപരമ്പര ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇന്ത്യ. സുനിത വില്യംസ് ആദ്യമായി ബഹിരാകാശത്തേക്ക് പോയ വർഷം ഏതാണ്? 2006. സുനിത വില്യംസ് പങ്കെടുത്ത ആദ്യ ബഹിരാകാശ ദൗത്യം ഏതാണ്? എക്സ്പെഡീഷൻ 14/15. സുനിത വില്യംസ് എത്ര സ്പേസ് വാക്കുകൾ പൂർത്തിയാക്കി? 7. സുനിത വില്യംസ് ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്ത് ചെലവഴിച്ച വനിതയായ വർഷം ഏതാണ്? 2024. ബോയിങ് സ്റ്റാർലൈൻ ക്രൂ ഫ്ലൈറ്റ് ടെസ്റ്റിൽ സുനിത വില്യംസിനോടൊപ്പം പോയ ബഹിരാകാശ യാത്രികൻ ആരാണ്? ബാരി ബുച്ച് വിൽമോർ. സുനിത വില്യംസ് ബഹിരാകാശത്ത് തങ്ങിയ ആകെ ദിവസം എത്ര? 322. നാസയുടെ ഏത് ബഹിരാകാശ നിലയത്തിലാണ് സുനിത വില്യംസ് പ്രവർത്തിച്ചത്? ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ISS. സുനിത വില്യംസ് സൈനിക രംഗത്ത് ഏത് പോസ്റ്റിൽ സേവനം അനുഷ്ഠിച്ചു?
US നേവി പൈലറ്റ്. ബഹിരാകാശത്ത് നിന്ന് സുനിത വില്യംസ് പങ്കെടുത്ത പ്രമുഖ പരിപാടി ഏതാണ്? എർത്ത് ഒബ്സർവേഷൻ പ്രോഗ്രാം. എർത്ത് ഒബ്സർവേഷൻ പ്രോഗ്രാംസ്. സുനിത വില്യംസിൻ്റെ മുഴുവൻ പേര് എന്താണ്? സുനിത ലിൻ വില്യംസ്. സുനിത വില്യംസ് ഏത് രാജ്യക്കാരിയാണ്? അമേരിക്ക. സുനിത വില്യംസ് എവിടെയാണ് ജനിച്ചത്? ഇതൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നേക്കാണ്. യൂക്ലിഡ്, ഒഹായോ, USA. സുനിത വില്യംസിൻ്റെ തൊഴിൽ എന്താണ്? ബഹിരാകാശ യാത്രികയും യുണൈറ്റഡ് സ്റ്റേറ്റ് നേവി ഓഫീസറും. സുനിത വില്യംസ് ഏത് വർഷത്തിലാണ് ജനിച്ചത്? 1965. സുനിത വില്യംസ് ഏത് ബഹിരാകാശ ഏജൻസിയിലാണ് ജോലി ചെയ്യുന്നത്? നാസ. ബഹിരാകാശത്ത് സുനിത വില്യംസ് ഏത് മാരത്തണിലാണ് ഓടിയത്? ബോസ്റ്റൺ. സുനിത വില്യംസ് ബഹിരാകാശത്ത് നിന്ന് ബോസ്റ്റൺ മാരത്തൺ ഓടിയത് ഏത് വർഷത്തിലാണ്? 2007. സുനിത വില്യംസിൻ്റെ വംശപരമ്പര എന്താണ്? ഇന്ത്യൻ, സ്ലൊവേനിയൻ. സുനിത വില്യംസിൻ്റെ അച്ഛൻ ഏത് ഇന്ത്യൻ സംസ്ഥാനക്കാരനാണ്? ഗുജറാത്ത്. സുനിത വില്യംസ് തൻ്റെ ദൗത്യങ്ങളിൽ ഏത് ബഹിരാകാശ നിലയത്തിലാണ് സേവനമനുഷ്ഠിച്ചത്? അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം, അതായത് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ, ISS. ISSലേക്കുള്ള രണ്ടാമത്തെ ദൗത്യത്തിൽ സുനിത വില്യംസ് എന്ത് സ്ഥാനമാണ് വഹിച്ചത്? ISSൻ്റെ കമാൻഡർ. സുനിത വില്യംസ് ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്ത് ചെലവഴിച്ചത് എത്ര ദിവസം? 286 ദിവസം. അതായത് മൂന്നാമത്തെ തവണ പോയത് 2024. അത് 286 ദിവസമാണ് മൂന്നാമത്തെ തവണ ബഹിരാകാശത്ത് ചെലവഴിച്ചത്. നാവികസേനയിൽ സുനിത വില്യംസ് ഏത് തരം വിമാനമാണ് പറത്തിയത്? ഹെലികോപ്റ്ററുകൾ. എക്സ്പെഡീഷൻ 32-33 സുനിത വില്യംസ് രൂപകൽപ്പന ചെയ്ത മിഷൻ പാച്ചിൻ്റെ പേരെന്തായിരുന്നു? ഡ്രാഗൺ ഫ്ലൈ. ബഹിരാകാശ ദൗത്യങ്ങളിൽ സുനിത വില്യംസിൻ്റെ ലക്ഷ്യങ്ങളിൽ ഒന്ന് എന്താണ്? ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ കരിയർ പിന്തുടരാൻ പെൺകുട്ടികളെ പ്രചോദിപ്പിക്കുക. സുനിത വില്യംസിന് ഇന്ത്യയുമായുള്ള ബന്ധം എന്താണ്? അച്ഛൻ ഇന്ത്യക്കാരനായിരുന്നു. സുനിതയുടെ പിതാവ് ദീപക് പാണ്ഡ്യ ഇന്ത്യയിലെ ഗുജറാത്തിൽ നിന്നുള്ള ഒരു ഇന്ത്യൻ അമേരിക്കൻ ന്യൂറോ അനാറ്റമിസ്റ്റ് ആയിരുന്നു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സുനിത വില്യംസ് ആദ്യമായി ബഹിരാകാശത്തേക്ക് പോകുന്നതിന് മുമ്പ് ഏത് സേനയിൽ സേവനമനുഷ്ഠിച്ചിരുന്നു? US നേവി. അപ്പോൾ സുനിത വില്യംസിനെ കുറിച്ച് ചോദിക്കാവുന്ന ഇമ്പോർട്ടൻസ് ആയ ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇനിയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസുകൾ കണ്ടാൽ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.